മഹാരാഷ്ട്രയിലെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു വിഷയമാണ്. കാരണം നമുക്ക് തന്നെ അറിയാം, ഇന്ത്യയിൽ ഏറ്റവും വലിയ സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന ഒരു കോർപ്പറേഷനാണ്. ആ കോർപ്പറേഷൻ 30 വർഷമായി ശിവസേനയുടെ കയ്യിലായിരുന്നതിനെ BJP പിടിച്ചെടുത്തിരിക്കുന്നു. പിടിച്ചെടുക്കുമ്പോൾ തന്നെ മറ്റൊരു പുതിയൊരു മുദ്രാവാക്യം കൂടി ഇവിടെ ചർച്ചയാകുകയാണ്. ആദ്യം ഈ കേന്ദ്രത്തിൽ BJP ഭരിക്കുമെന്നവർ അവകാശപ്പെട്ടിരുന്നു. അത് സംസ്ഥാനങ്ങളിലേക്ക് കടന്ന് ഇരട്ട എഞ്ചിൻ സർക്കാരിലൂടെ മാത്രമേ ഇന്ത്യയുടെ വികസനവും അതോടൊപ്പം തന്നെ ചില സംസ്ഥാനങ്ങളുടെ വികസനവും ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രചരണമെങ്കിൽ ഇപ്പോൾ ട്രിപ്പിൾ എഞ്ചിൻ സർക്കാർ വേണമെന്നാണ് BJP ആവശ്യപ്പെടുകയും ഇപ്പോൾ അതിനനുസരിച്ചുള്ള വിജയം ജനങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്രത്തിലും BJP, സംസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ മുംബൈ കോർപ്പറേഷനിലും BJP ആകുന്ന ഒരവസ്ഥ നിലവിൽ ഉണ്ടായിരിക്കുന്നു. അത് തന്നെയാണ് നാം ഡൽഹിയിൽ കാണുന്നത്, അത് തന്നെയാണ് നാം മധ്യപ്രദേശിൽ കാണുന്ന. അങ്ങനെ വിവിധ ഇടങ്ങളിൽ അത്തരം നീക്കങ്ങൾ ഉണ്ടാകുന്നു. എന്തിനേറെ പറയുന്നു, കേരളത്തിൽ പോലും ഇപ്പോൾ BJPയുടെ പ്രമുഖരായ നേതാക്കൾ മാധ്യമങ്ങളോടും അതോടൊപ്പം തന്നെ ജനങ്ങളോടും പറയുന്നത് എന്താണ്? ഇരട്ട എഞ്ചിൻ സർക്കാർ വന്നാൽ മാത്രമേ കേരളത്തിൽ വികസനം ഉണ്ടാകുകയുള്ളൂ, കേന്ദ്രത്തിന്റെ വികസന പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ. കേന്ദ്രത്തിലെ പല വികസന പദ്ധതികളും കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല. അത് രാഷ്ട്രീയപരമായി ഈ പാർട്ടികൾ അട്ടിമറിക്കുകയാണെന്ന് സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിലും കേരളത്തിലും ഒരു സർക്കാർ വേണമെന്ന് അവർ അവകാശപ്പെടുകയാണ്. എന്തായാലും അതിന് അനുകൂലമായൊരു സാഹചര്യത്തിലേക്ക് നിലവിൽ കേരളവും മാറുകയാണ്. നമുക്കങ്ങനെ BJPയെ പൂർണ്ണമായി തന്നെ തള്ളിക്കളയാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. ഈ വോട്ടിന്റെ കണക്ക് പരിശോധിച്ച് നോക്കിയാൽ അവർ കൃത്യമായി പ്രവർത്തിച്ചാൽ 40 മണ്ഡലങ്ങളിൽ ഒരു 2 ഇലക്ഷനകം, ഒരു 10 വർഷത്തിനകം അവർക്ക് ഉറപ്പായി വിജയിക്കാൻ കഴിയും. ഈ 90 മണ്ഡലങ്ങളിലധികം അവർക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളായി മാറുകയാണ്. അങ്ങനെ ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും പണ്ട് നമുക്ക് പരിശോധിച്ചാൽ അറിയാം, അവർ ഈ A+ മണ്ഡലങ്ങൾ കണക്കാക്കിയിരുന്നു. ആദ്യം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം എന്ന ഒറ്റ A+ മണ്ഡലം. ആ A+ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പും അതിനു മുമ്പുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പും കഴിയുമ്പോൾ എത്ര A+ മണ്ഡലങ്ങൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്, അവർക്ക് സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ആറ്റിങ്ങൽ, പത്തനംതിട്ട, തൃശ്ശൂരിലെ വിജയം കൊയ്യാൻ കഴിഞ്ഞു. ഏറ്റവും അവസാനം BJP കടന്നു കയറിയിരിക്കുന്ന സ്ഥലമാണ് ആലപ്പുഴ, പാലക്കാട്. അങ്ങനെ പുതിയ A+ മണ്ഡലങ്ങൾ ഒന്നിൽ നിന്നും ഇപ്പോൾ 7ലേക്കും 8ലേക്കും പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അത് തന്നെയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ നോക്കാൻ കഴിയുന്നത്. പണ്ട് ഒരു 10 A+ മണ്ഡലമായിരുന്നെങ്കിൽ അതിന്ന് 30ലേക്കും 40ലേക്കും പോവുകയാണ്. അത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ A+ മണ്ഡലങ്ങൾ വർദ്ധിച്ചിരിക്കുന്നത് ഈ മധ്യ കേരളം കേന്ദ്രീകരിച്ചാണ്. ഇപ്പോൾ ആലപ്പുഴയായാലും അതോടൊപ്പം തന്നെ പത്തനംതിട്ടയായാലും കോട്ടയമായാലും ഇപ്പോൾ PC ജോർജിന്റെയും ഷോൺ ജോർജിന്റെ എല്ലാം വരവോടുകൂടി തന്നെ കോട്ടയം ജില്ലയിലെല്ലാം BJP വലിയ പ്രതീക്ഷയിലാണ്. പൂഞ്ഞാറും പാലയും കാഞ്ഞിരപ്പള്ളിയും അടക്കമുള്ള പല സീറ്റുകളിലും അവർക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചതിന് പിന്നാലെ തന്നെ നാം പരിശോധിക്കുകയാണെങ്കിൽ പല മണ്ഡലങ്ങളിൽ ഇപ്പോൾ ഏറ്റവും അവസാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ചെങ്ങന്നൂർ എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ പോലും BJPക്ക് എത്ര പഞ്ചായത്തിൽ 5ലധികം പഞ്ചായത്തിൽ ഭരണം ലഭിച്ചില്ലേ? അത് ചെറിയൊരു കാര്യമല്ല. അങ്ങനെ അവിടെയുള്ള ഇപ്പോൾ ഹരിപ്പാടായാലും മാവേലിക്കരയായാലും വലിയൊരു മുന്നേറ്റമാണ് BJPക്ക് ഉണ്ടായിരിക്കുന്നത്. അത് എന്തായാലും ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ശിവസേനയുടെ ശക്തി കേന്ദ്രമായിരുന്ന, ഒരു കാലത്ത് ശിവസേനയെ പരാജയപ്പെടുത്താൻ കഴിയാത്ത നിലയിൽ ആ നഗരം, അവിടുത്തെ ജനങ്ങൾ ശിവസേനയ്ക്ക് പിന്നിൽ അണിനിരന്നെങ്കിൽ ഇന്ന് പൂർണ്ണമായി തന്നെ കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അവിടേക്ക് ആ പ്രദേശങ്ങളിലേക്ക് വളർന്നു കയറാൻ BJPക്ക് കഴിഞ്ഞിരിക്കുന്നു. കേരളത്തെക്കാൾ ധനകാര്യ ബഡ്ജറ്റുള്ള ആ കോർപ്പറേഷൻ പോലും പിടിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിടിച്ചു എന്ന് പറയുമ്പോഴും നാം മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അവിടെ ഒരു പുതിയ നേതാവ് തന്നെ ഉദയം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ദേവേന്ദ്ര ഫട്നാവിസ് എന്നാണ്. ദേവേന്ദ്ര ഫട്നാവിസ് എന്ന യുവ നേതാവ്
ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJPയുടെ പ്രധാന മുഖമായി മാറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. 2014 മുതലാണ് ഈ ദേവേന്ദ്ര ഫട്നാവിസിനെ മുഖ്യമന്ത്രിയാക്കുന്നു, അന്ന് വിജയമുണ്ടാകുന്നു. അതിനുശേഷമായിരുന്നല്ലോ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നു. പിന്നീട് അവർ വലിയ രീതിയിൽ തന്നെ മഹാരാഷ്ട്ര ശ്രദ്ധിക്കുന്നു, അവിടെ വിജയമുണ്ടാകുന്നു, ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാകുന്നു. പക്ഷെ ആ മുഖ്യമന്ത്രി ആയപ്പോൾ പലരും കരുതിയിരുന്നത് ഇദ്ദേഹം ഒരു മുന്നോക്ക സമുദായ അംഗമാണ്. അപ്പോൾ ഇദ്ദേഹത്തെ അവിടെ ജനങ്ങൾ അംഗീകരിക്കുമോ, അവിടുത്തെ യുവാക്കൾ അംഗീകരിക്കുമോ, ന്യൂനപക്ഷം അംഗീകരിക്കുമോ, മറ്റു ഘടകകക്ഷികൾക്ക് ഇദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ കഴിയുമോ? അന്ന് അദ്ദേഹം യുവാവായിരുന്നു, അന്ന് 44 വയസ്സെന്തോ ആയിരുന്നു. അത്ര പ്രായമുള്ളൂ. അദ്ദേഹം നാഗ്പൂരിലെ മേയറായ ശേഷമാണ് ഈ MLA ആകുന്നു. ഉടൻ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നു. അപ്പോൾ ഒരു മേയറിന്റെ അനുഭവ പരിചയം മാത്രമുള്ള ഒരു നേതാവിന് മുംബൈ പോലുള്ള ഒരു മഹാരാഷ്ട്ര പോലുള്ള ഏറ്റവും വലിയൊരു സംസ്ഥാനത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും സംശയം പ്രകടിപ്പിച്ചു. പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പോലുള്ള ഒരു യുവ നേതാവിനെ മഹാരാഷ്ട്ര പോലുള്ള ഒരു സംസ്ഥാനം BJPക്ക് ലഭിക്കുന്നു, ആ സംസ്ഥാനത്തെ ഒരു യുവ നേതാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. അത് പലരെ അത്ഭുതപ്പെടുത്തി. കാരണം മഹാരാഷ്ട്രയിൽ നിന്നും പല പ്രധാനപ്പെട്ട നേതാക്കളും BJPക്ക് ഉണ്ടായിരുന്നു. അത് മുൻകാലങ്ങളിലും നിലവിലുണ്ട്. അപ്പോൾ അത്തരം നേതാക്കളെ ഒഴിവാക്കിയിട്ട് ഒരു ഫട്നാവിസ് എന്ന യുവ നേതാവിനെ കൊണ്ടുവന്നാൽ തിരിച്ചടിയാകുമോ എന്ന് കരുതിയെങ്കിൽ അദ്ദേഹം അവിടെ നിന്ന് വളർന്നു. അതാണ് BJPയുടെ ഒരു കഴിവ്. നാം അറിയപ്പെടാത്ത, ജനങ്ങളിൽ അറിയാത്ത ചില നേതാക്കളെ അവർ മുന്നോട്ട് കൊണ്ടുവരികയും ആ നേതാവ് പടർന്നു പന്തലിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. ആ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം നോക്കൂ, 19ഉം 20ഉം BJPയുടെ അധ്യക്ഷ തെരഞ്ഞെടുപ്പാണ്. കേന്ദ്രത്തിൽ ദേശീയ അധ്യക്ഷന് തിരഞ്ഞെടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുകയാണ്. ആ പോകുമ്പോൾ പലരും പല പേരുകൾ പറഞ്ഞിരുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ, അണ്ണാമലൈ അടക്കമുള്ള പല പേരുകളും പറയുമ്പോൾ നിതിൻ നബീൻ എന്ന് പറയുന്ന ഒരു ബീഹാറിലെ ഒരു MLA, അദ്ദേഹം MP പോലും ആയിട്ടില്ല, ബീഹാർ എന്ന് പറയുന്ന അവിടുത്തെ ഒരു പ്രാദേശിക നേതാവിനെ BJPയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരികയാണ്. അദ്ദേഹം കഴിവുള്ള നേതാവ് തന്നെയായിരിക്കും. അതാണല്ലോ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ BJPയുടെ കഴിവുള്ള നേതാക്കൾ അടിത്തട്ടിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവന്ന് വലിയ മുഖമാക്കി മാറ്റുക. അത് ഇപ്പോൾ ഏത് സംസ്ഥാനങ്ങൾ പരിശോധിച്ച് നോക്കിയാലും അറിയാം. അവിടുത്തെ എല്ലാം പുതിയ മുഖങ്ങളാണ് മുഖ്യമന്ത്രിമാർ. അവർ ഇപ്പോൾ അവിടെ വിജയിച്ചു കയറുന്നു തുടർച്ചയായി തന്നെ. ഇപ്പോൾ നരേന്ദ്രമോദിയോ അമിത്ഷായോ അവിടെ പ്രചരണത്തിൽ പോലും പോകേണ്ട അവസ്ഥയില്ല. അവിടെ കൃത്യമായി തന്നെ ജനങ്ങൾക്കിടയിൽ അവർ കഴിവ് തെളിയിച്ച് അവർ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളായി മാറി അവിടെ വീണ്ടും അധികാരത്തിൽ വരുന്ന, തുടർച്ചയായി തന്നെ അധികാരത്തിൽ വരുന്ന ഒരു രീതിയിലേക്കാണ് ഇന്ത്യയുടെ രാഷ്ട്രീയം പോകുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ അങ്ങനെ മാറ്റിമറിക്കാൻ അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും കഴിഞ്ഞു. അത് തന്നെയാണ് ഈ മഹാരാഷ്ട്രയിലെ മുംബൈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും ഉണ്ടായത്. അവിടെ കൃത്യമായി തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തെക്കാൾ ഏറ്റവും വലിയ സാമ്പത്തിക ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഒരു കോർപ്പറേഷനിൽ നരേന്ദ്രമോദിയോ അമിത്ഷായുടെ പ്രചരണം ആവശ്യമായി വന്നില്ല. അവിടെയുള്ള മുഖ്യമന്ത്രിയുടെ പ്രചരണം മാത്രമായി ചുരുങ്ങി അദ്ദേഹത്തിന്റെ ആ മുഖം നോക്കി, ജനകീയ മുഖം നോക്കി, വികസന മുഖം നോക്കി വലിയൊരു ഭൂരിപക്ഷമാണ് മുംബൈയിലെ ജനങ്ങൾ നൽകിയിരിക്കുന്നത്. അങ്ങനെ ട്രിപ്പിൾ എഞ്ചിൻ സർക്കാർ രൂപീകരിച്ചൊരു അവസ്ഥയിലേക്കാണ് ഇന്ത്യൻ രാഷ്ട്രീയം നിലവിൽ നടന്നു കയറുന്നത്.